ഈസ്റ്റർ അവധി തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസുമായി സതേൺ റെയിൽവേ. പെസഹ വ്യാഴം ദിനത്തിൽ ചെന്നൈയിൽ നിന്ന് പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്കും ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുമാണ് സർവീസ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 06113 ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സ്പെഷ്യൽ ഏപ്രിൽ 2 വ്യാഴാഴ്ച രാത്രി 11:55 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ എത്തുന്ന വിധത്തിലാണ് സർവീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 പാലക്കാട് എത്തും. തൃശൂർ 11:07, 12:05 ആലുവ, 12:30 എറണാകുളം ടൗൺ, 1:40 കോട്ടയം, 2 ചങ്ങനാശ്ശേരി, 2:12 തിരുവല്ല, 2:23 ചെങ്ങന്നൂർ, 2:38 മാവേലിക്കര, 4:10 കൊല്ലം സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ട്രെയിൻ 6 മണിക്ക് തിരുവനന്തപുരം നോർത്തിലെത്തുക. മടക്കയാത്ര ട്രെയിൻ നമ്പർ 06114 തിരുവനന്തപുരം നോർത്ത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഈസ്റ്റർ ദിനമായ ഏപ്രിൽ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:15 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുക. പിറ്റേന്ന് രാവിലെ 11:30 ചെന്നൈ എഗ്മോറിൽ എത്തിച്ചേരുകയും ചെയ്യും. കൊല്ലം 6:28, കായംകുളം 7:04, മാവേലിക്കര 7:16, ചെങ്ങന്നൂർ 7:32, തിരുവല്ല 7:44, ചങ്ങനാശ്ശേരി 7:56, കോട്ടയം 8:12, എറണാകുളം ടൗൺ 9:40, ആലുവ 10:05, തൃശൂർ 10:45, പാലക്കാട് 12:55 എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിൻ എത്തുന്ന സമയം. പാലക്കാട് പിന്നിട്ടാൽ പൊതനൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോളാർപേട്ടൈ, കാട്ട്പാടി, അരക്കോണം, തിരുവള്ളൂർ, പെരമ്പൂർ എന്നിവിടങ്ങളിലാണ് സ്പെഷ്യൽ ട്രെയിനിന് മറ്റു സ്റ്റോപ്പുകൾ ഉള്ളത്. 4 AC 3 ടയർ കോച്ചുകൾ, 10 സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ, 4 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച്, 2 ഭിന്നശേഷി സൗഹൃദ സെക്കൻഡ് ക്ലാസ് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിനിനുള്ളത്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തീവണ്ടി യാത്രക്കാരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിയമങ്ങൾ ഇന്ത്യൻ റെയിൽവേ അടുത്തിടെയാണ് പരിഷ്കരിച്ചത്. ബർത്ത് ഉറപ്പായ ടിക്കറ്റുകൾ യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാലേ മുഴുവൻ തുകയും തിരിച്ചു കിട്ടൂ. റദ്ദാക്കൽ ചാർജ് ഇനത്തിലെ നാമമാത്രമായ തുകയെ ഈടാക്കൂ. ഇത് 48 മണിക്കൂർ മുൻപ് വരെയായിരുന്നു. ഏപ്രിൽ 15 പരിഷ്കാരം നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. തീവണ്ടി പുറപ്പെടുന്നതിന് 72 മുതൽ 24 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിന്റെ 25% തുക നഷ്ടമാകും. 24 മുതൽ 8 മണിക്കൂർ വരെ റദ്ദാക്കിയാൽ 50% തുക നഷ്ടമാകും. 8 മണിക്കൂറിനകത്താണ് റദ്ദാക്കുന്നതെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. നിലവിൽ ഇത് 4 മണിക്കൂർ മുൻപ് വരെയായിരുന്നു. ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാം. നിലവിൽ അന്തിമ ചാർട്ട് ഇറങ്ങുന്നതിന് മുൻപ് മാത്രമാണ് ഈ സൗകര്യം. കൗണ്ടർ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് യാത്രാ ക്ലാസ് വണ്ടി പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ മാറ്റാം. നിലവിൽ ഇതും ചാർട്ടിങ്ങിന് മുൻപ് വേണമായിരുന്നു. കൗണ്ടർ വഴി റിസർവ് ചെയ്യുന്ന ടിക്കറ്റ് യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ യാത്രക്കാർക്ക് നിലവിൽ റദ്ദാക്കാനാകുമായിരുന്നുള്ളൂ. ഇത് മാറ്റി രാജ്യത്തെ ഏത് സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് റദ്ദാക്കാം. കൂടാതെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യൻ റെയിൽവേ. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതുവഴി ഉപഭോക്താക്കളെ ആകർഷിക്കാനും റെയിൽവേ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലോയൽറ്റി പ്രോഗ്രാം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ അധികൃതർ. ഭാവിയിൽ ഉപഭോക്താക്കൾക്ക് ടിക്കറ്റ്, ഭക്ഷണം, സ്നാക്സ് പോലെ സൗജന്യങ്ങൾ നേടാൻ ഈ ലോയൽറ്റി പ്രോഗ്രാം വഴിയൊരുക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.